പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പുതിയ പോർമുഖം തുറന്ന യമനിലെ ഹൂതി വിമതർ. ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. സൗദിയുടെ എൻസലിയ, ലൈല എന്നീ എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സൗദിക്ക് മേൽ പ്രഖ്യാപിച്ച ഉപരോധം ലംഘിച്ചതിനാണ് ആക്രമണമെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ബാബ് അൽ മന്ദേബ് കടലിടുക്കിന് സമീപം വെച്ചാണ് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. എൻസലിയ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണം സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ കപ്പലിന്റെ മുൻഭാഗത്ത് തീപിടുത്തമുണ്ടായെങ്കിലും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് സൗദി അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച സൗദി ബന്ധമുള്ള കപ്പലുകൾക്ക് ഹൂതികൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമുള്ള അവരുടെ ആദ്യ വലിയ നാവിക ആക്രമണമാണിത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചതോടെ എണ്ണ കയറ്റുമതിക്കായി സൗദി അറേബ്യ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ബാബ് അൽ മദേനയായിരുന്നു. സൗദിക്കെതിരായ ഭീഷണി നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഹൂതികളെ നേരിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇറാനെതിരായ അമേരിക്കൻ ആക്രമണം തുടർച്ചയായ 12ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാന്റെ നാവിക ആസ്തികൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. മേഖലയിൽ 50,000-ത്തിലധികം അമേരിക്കൻ സൈനികർ അതീവ ജാഗ്രതയിൽ തുടരുകയാണ്.